200 പവൻ സ്ത്രീധനമായി വാങ്ങിയിട്ടും മകളെ ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. മകളുടെ കൂടെ 25 ദിവസം മാത്രമാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ താമസിച്ചതെന്നും 6 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. ഒരു സ്ത്രീ കാരണം ഒരു പുരുഷന്റെ ജീവൻ ഇല്ലാതായതിനെ പറ്റി 2-3 ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് ഞാൻ വേറൊരു വാർത്ത കേട്ടു. ഒരു പുരുഷൻ കാരണം 2 സ്ത്രീകളുടെ ജീവൻ ഇല്ലാതായിരിക്കുന്നു എന്നൊരു വാർത്ത. കൂടുതലും ആൾക്കാർ ചിലപ്പോൾ ആ വാർത്ത അങ്ങോട്ട് ഗവനിച്ച് കാണത്തില്ല, സ്വാഭാവികം. പക്ഷേ ഞാനൊന്ന് ഗവനിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഈ വാർത്തയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ. ശരിക്കും ഈ പറയുന്നത് പോലെ ആ പുരുഷൻ കാരണമാണോ ആ 2 സ്ത്രീകളും ഇല്ലാതായത് എന്നുള്ളൊരു സംശയം. എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണമുണ്ട്. അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ഈ വാർത്ത അറിയാത്ത ഒരു 10 പേരെങ്കിലും ഇതൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം സ്ത്രീ കാരണം പുരുഷൻ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷൻ കാരണം 2 സ്ത്രീകൾ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയണ്ടേ? ഇനി അതല്ല, അവൻ ഇതിൽ നിരപരാധിയാണെങ്കിൽ അത് നമ്മൾ അറിയണ്ടേ? അപ്പം എന്താണെങ്കിലും നമുക്ക് ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്ന വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ അങ്ങോട്ട് തരിക. ഇനി നമുക്ക് വീഡിയോ കാണാം. കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുക്കും. 200 പവൻ സ്ത്രീധനമായി വാങ്ങിയിട്ടും മകളെ ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. മകളുടെ കൂടെ 25 ദിവസം മാത്രമാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ താമസിച്ചതെന്നും പറയുന്നുണ്ട്. ഇവരുടെ വീടിന് മുന്നിൽ നിന്നാണ് അൻസില റേച്ചൽ സണ്ണി വിവരങ്ങളുമായി ചേരുന്നത്. അൻസില, ഈ കത്തിൽ നിന്ന്, ആത്മഹത്യാക്കുറിപ്പിൽ നിന്നാണ് എന്താണ് അമ്മയും മകളും ഒന്നിച്ച് ജീവനെടുക്കാനുള്ള സാഹചര്യം എന്നതിൽ വ്യക്തത വരുന്നത്. ഇപ്പോൾ ഈ മകളുടെ ഭർത്താവിനെതിരെ കൂടുതൽ നടപടിയിലേക്ക് പോലീസ് പോവുകയാണ്. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിമ്മി, ഗ്രീമയുടെയും അതുപോലെ തന്നെ അമ്മ സജിതയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പം മുൻപ് അവരുടെ വീട്ടിലേക്ക്, കമലേശ്വരത്തുള്ള വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏകദേശം 3 കൂടെ തന്നെ സംസ്കാരം നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇരുവരുടെയും ആത്മഹത്യാക്കുറിപ്പിൽ മകൾ ഗ്രീമിയുടെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആരോപണങ്ങളിൽ ഇപ്പോൾ ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ണികൃഷ്ണനെതിരെയുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്നത് 200 പവൻ വാങ്ങിയിട്ടും മാനസികമായി ഗ്രീമിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. 6 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. 6 വർഷം മുമ്പാണ് ഇവരുടെ കല്യാണം കഴിയുന്നത്. 25 ദിവസമേ ഇവർ ഒന്നിച്ച് താമസിച്ചിട്ടുള്ളൂ. അതിനുശേഷം അവൻ പൊടിയും തട്ടി വിടുന്നങ്ങ് പോയി. 200 പവൻ എന്തിനാണ് ഈ 200 പവനൊക്കെ കല്യാണം കഴിക്കാൻ വരുന്നവന് കൊടുക്കാൻ നിൽക്കുന്നത്? എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്. എന്തിന് 200 പവൻ കിട്ടിയാലേ മോളെ കെട്ടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നവനോട് പോടാ മോനെ എന്ന് പറയാൻ പറ്റണം ഇനിയുള്ള കാലത്ത് ഏതൊരു അച്ഛനും അമ്മയ്ക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് 6 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ എന്ന്. ഓക്കെ, 6 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാലും 25 ദിവസമേ അവർ ഒന്നിച്ച് താമസിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവൻ പോയി. എന്തിന് അങ്ങനെയുള്ള ഒരുത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു? എന്തിന് 1 വർഷം വെയിറ്റ് ചെയ്യാം? എന്നിട്ടും അവന് കിട്ടിയതൊന്നും പോരാന്ന് പറഞ്ഞ് അവൻ മറ്റേ പിടിവാശിയും പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ചേക്കട നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഡിവേഴ്സ് തന്നിട്ട് പോടാ എന്ന് പറയാൻ പറ്റില്ലേ? എന്തിന് അവനെയും കാത്ത് ആ പെൺകുട്ടിയെ വിടൂ. ആ പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ 2 പേരും പോയി. ആരോടും നമുക്കിനി ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഇനിയുള്ള കാലത്ത് ഇതുപോലുള്ള പരിപാടികളൊന്നും ആരും ചെയ്യരുതേ. ആ പെൺകുട്ടിയുടെ അച്ഛൻ കുറച്ചേ ആയിട്ടുള്ളൂ മരിച്ചിട്ട്. അതിൻ്റെ മാനസിക ആകെ പ്രശ്നമായിരിക്കും അവർക്ക്. മൊത്തത്തിൽ കംപ്ലീറ്റ്ലി അവർ ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഈ ചേട്ടൻ പിന്നെ ഈ അടുത്ത് നാട്ടിൽ വന്നു. അപ്പം അവനൊരു പരിപാടി കാണിച്ചു. നമുക്ക് അതും കൂടെയൊക്കെ കേൾക്കാം. പക്ഷേ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഈ 25 ദിവസം കൂടെ താമസിച്ചവന് വേണ്ടി ഈ 6 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആ പെൺകുട്ടി അയ്യോ എന്തോരം ഒരു പാവം പെൺകുട്ടിയായിരിക്കും, ഇത് നല്ലൊരു പെൺകുട്ടിയായിരിക്കും അല്ലേ? നിങ്ങൾ അത് ചിന്തിച്ചോ? ഞാൻ അങ്ങനെ ചിന്തിച്ചു. എത്ര നല്ല പെൺകുട്ടിയായിരിക്കും. 25 ദിവസം കൂടെ താമസിച്ചവന് വേണ്ടി 6 വർഷം വെയിറ്റ് ചെയ്യുക. സീരിയസ്ലി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. കൂടിപ്പോയ 1 വർഷം വെയിറ്റ് ചെയ്യും. എന്നിട്ടും അവന് വേണ്ടേ, അവന് ഇനി കൂടുതൽ പണവും സ്വർണമൊക്കെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. നീ പോടാ, കൊടുത്തതൊക്കെ തിരിച്ചു മേടിച്ചിട്ട് വിട്ടോളാൻ പറയും. മനസ്സിലാകും? അങ്ങനെ അറ്റം പോയാ ഇന്നാരും അതുപോലും വെയിറ്റ് ചെയ്യത്തില്ല. അപ്പം ആ പെൺകുട്ടി എത്ര നല്ല പെൺകുട്ടിയായിരിക്കും. നമുക്ക് ബാക്കി കേൾക്കാം, എന്നിട്ട് സംസാരിക്കാം.
ഈ 6 വർഷം മുൻപ് വിവാഹം നടന്നെങ്കിലും 25 ദിവസം മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത്. സ്ത്രീധനമായി 200 പവൻ നൽകി, അതോടൊപ്പം തന്നെ വീടും മറ്റു സ്വത്തുക്കളും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 25 ദിവസം കഴിഞ്ഞപ്പോൾ വിദേശത്താണ് ഈ ഉണ്ണികൃഷ്ണൻ ജോലി ചെയ്തത്. അയാൾ അവിടേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നെ വലിയ രീതിയിലുള്ള അവഗണനയാണ് ഗ്രീമ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ടതെന്നും ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഈ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ അപമാനിക്കുകയും ചെയ്തു. പിന്നാലെ ഈ ഗ്രീമയുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിയാനാണ് താല്പര്യമെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാനസികമായി വലിയ രീതിയിലുള്ള പ്രയാസം ഈ അമ്മയ്ക്കും മകൾക്കും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇരുവരുടെ മരണത്തിന് കാരണമെന്നാണ് ഈ കുറിപ്പിലുണ്ടായിരുന്നത്. ഇരുവരും ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇത്തരത്തിൽ കുറിപ്പെഴുതി ബന്ധുക്കൾക്ക് വാട്സപ്പിലൂടെ അയച്ചു നൽകുകയായിരുന്നു. ഉടനെ തന്നെ ഇവർ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ സ്ഥലത്തെ കൗൺസിലർക്കും ഈ ബന്ധുക്കൾ ഈ കുറിപ്പ് അയച്ചു കൊടുക്കുകയും ചെയ്തു. അവരെത്തിയപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇവരുടെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണനെതിരെ നടപടിയെടുക്കാനാണ് പോലീസ് തീരുമാനം. ഉണ്ണികൃഷ്ണനെതിരെ നടപടിയൊക്കെ എടുത്തു. അവൻ പോലീസിന്റെ കയ്യിലാണിപ്പോ. ഓടി രക്ഷപ്പെടാൻ നോക്കി, ബോംബെ എയർപോർട്ടിൽ വെച്ച് പൊക്കി, ലുക്കൗട്ട് നോട്ടീസൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. അതിന് മുമ്പ് 6 വർഷം മുമ്പ് 25 ദിവസം മാത്രം കൂടെ താമസിച്ചു. അതിനുശേഷം ഈ അടുത്തവൻ നാട്ടിൽ ഒരു ബന്ധുവിൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഈ വാർത്തയിലില്ലാത്തൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. ഞാൻ വേറൊരു വാർത്തയിൽ നിന്നാണ് അറിഞ്ഞത്. അതായത് ഈ പെൺകുട്ടി അവനെ ചെന്ന് വിളിച്ചു, ബാ ചേട്ടാ ബാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് ചെന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇവൻ ആട്ടി, ബന്ധുക്കാരുടെ ഫ്രണ്ടിലിട്ട് ആ പെൺകുട്ടിയെ ഇവൻ ആട്ടി. ആ ഒരു ചെറ്റത്തൊരു ഇവൻ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് തെമ്മാടിത്തരം തന്നെ. 10 ആൾക്കാർ കൂടുന്നിടത്ത് എന്തോ വലിയ ഷോ ഓഫ്. ചില നാറികൾക്കുള്ളതാണ്. 10 ആൾക്കാരെ അല്ലെങ്കിൽ നാട്ടുകാരെ അല്ലെങ്കിൽ സ്വന്തക്കാരെ കണ്ടു കഴിയുമ്പോൾ ഇവൻ്റെയൊക്കെ തല അങ്ങോട്ട് തിളയ്ക്കും. അനുഭവം കൊണ്ട് തന്നെ പറയുന്നത്. തിളയ്ക്കും ചിലവന്മാർക്ക് അങ്ങോട്ട്. മനസ്സിലായോ? പിന്നെ കൂടുള്ള ഭാര്യയും മക്കളും അവരെ ഒന്നും അല്ല, അവരെയൊക്കെ മറ്റുള്ളവർ ഫ്രണ്ടിലിട്ട് ആട്ടുക. ഇങ്ങനെ മൂടുള്ള ചില നാറികളുണ്ട്. അങ്ങനെ ഒരു നാറിയായിരുന്നു അവൻ. മനസ്സിലായോ? അങ്ങനെ ഒരു നാറിയാണ് അവൻ, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ എന്തിന് ഈ 6 വർഷം കാത്തിരുന്നിട്ട് ആ നാറിയെ പോയി വാ ചേട്ടാ എന്നും പറഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ ആ പെൺകുട്ടി നിന്നു? എന്തിന്? ഇതുപോലുള്ള പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിയെ കുറ്റം പറയുകയല്ല കേട്ടോ, നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കണ്ട. പക്ഷേ ഇതുപോലുള്ള പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മക്കളെ ഇത്രയും പാവമൊന്നും ആവല്ലേ. ചേച്ചിമാരെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ സഹിച്ച് നിൽപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പാവമാവല്ലേ. പോടാ പുല്ലേന്നും പറഞ്ഞു വിടണം. വീട്ടുകാരെന്തെങ്കിലുമൊക്കെ പൈസയോ സ്വർണ്ണമോ സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചിങ്ങ് മേടിക്കണം. ഇവിടെ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് സംശയം തോന്നിയത്. കാരണം ഇതിനകത്ത് നമുക്ക് അറിയത്തില്ല, ഇനി കൂടുതൽ അന്വേഷണങ്ങൾ വരുമ്പോഴേ ഇതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തുള്ളൂ. അത് വേറെ കാര്യം. ആദ്യമേ എൻ്റെ മനസ്സിൽ വേറൊരു കാര്യം കൂടെ പോയി. അതായത് പെൺകുട്ടി മരിച്ചാൽ പിന്നെ ഉണ്ട് അവളുടെ അമ്മയും. അതെന്തിന് എന്നൊരു ചോദ്യം വന്നു. പിന്നെ ഞാനൊന്നിരുന്ന് തിങ്ക് ചെയ്തു. കാരണം ആ മോളും പോയാൽ പിന്നെ വേറെ ആരുണ്ട് അമ്മയ്ക്ക്? ആരുണ്ട് അമ്മയ്ക്ക്? അവരുടെ ഭർത്താവ് കുറച്ചേ ആയിട്ടുള്ളൂ അദ്ദേഹവും മരിച്ചിട്ട്. മനസ്സിലായോ? മൊത്തത്തിൽ മാനസിക പിരിമുറുക്കത്തിലായിരുന്നു അവർ. അപ്പോഴാണ് ഈ നാറി വന്നിട്ട് ഈ പരിപാടിയും കൂടെ കാണിക്കുന്നത്. ആട്ടി ആ പെൺകൊച്ചിനെ എല്ലാവരുടെ ഫ്രണ്ടിലിട്ട്. താങ്ങാൻ പറ്റി കാണത്തില്ല. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ആ കൊച്ചു ഒരു നിമിഷം ആലോചിക്കണമായിരുന്നു. വെറും 25 ദിവസം ആ നാറി കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കൊടുത്ത പൈസയും സ്വർണ്ണമൊക്കെ തിരിച്ചു മേടിച്ചിട്ട് വേറെ കല്യാണം കഴിക്കണം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അങ്ങനെ എടുക്കാവുള്ളൂ ഇനി ഏതൊരു പെൺകുട്ടിയും ഇക്കാലത്ത്. അല്ലാതെ ഒരു പരിധിക്കുള്ള ഒരു നാറിയെ സ്നേഹിക്കാൻ നിൽക്കണ്ട. ഞാനുള്ള കാര്യമാണ് പറയുന്നത്. അത് വേണ്ട. അത് നിങ്ങളെ തന്നെ, അത് തിരിച്ചും ആണുങ്ങളാണെങ്കിലും തിരിച്ച് അങ്ങനെയൊക്കെ നിന്നാൽ മതിയടേ. കാരണം ഇത് കാലം വേറെയാ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഓരോന്നൊക്കെ കേട്ടിട്ട് ഞെട്ടുക. അറ്റ്ലീസ്റ്റ് നമുക്കെല്ലാവർക്കും ജീവൻ, ദൈവം തന്നൊരു ജീവനല്ലേ, അത് സന്തോഷത്തോടുകൂടി ജീവിച്ചങ്ങ് തീർക്കാം. അല്ലാതെ കൂടുള്ളവൻ അല്ലെങ്കിൽ കൂടുള്ളവൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അവൾ അങ്ങനെ പോയി അവൻ ഇങ്ങനെ പോയി എന്നും പറഞ്ഞ് നിങ്ങളുടെ ജീവിതം കളയല്ലേ. ഇന്ന് 1 കെട്ടിയോ 2 കെട്ടിയോ അതിലൊന്നും ഒരു കാര്യമില്ല. ആരെ കിട്ടുന്നോ സമാധാനത്തിൽ. സ്നേഹം വേണം, വേണ്ടാന്നല്ല, സ്നേഹമൊക്കെ ആവശ്യത്തിന് വേണം, അനാവശ്യത്തിനല്ല. ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് അവനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഈ 6 വർഷം, ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ ഇതായിരിക്കും നാണക്കേട്, പറയാൻ പറ്റത്തില്ല, അതുമൊക്കെ കാണും. അതുകൊണ്ടായിരിക്കും പിടിച്ചു നിന്നത്. ആ നാറിയെ പിന്നെയും പോയി വിളിച്ചത് ജീവിതത്തിലേക്ക്. പക്ഷെ അവന് കിട്ടിയതൊന്നും പോരാ. ഇപ്പോഴും ഇതുപോലുള്ള നാറികളുണ്ടോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. വേണം, ആവശ്യത്തിന് ഓക്കെ ആയിക്കോ. പക്ഷെ ഈ ഒരുപാട് എന്തിനാണ്, എവിടെ കൊണ്ടുപോകാനാ ഇതെല്ലാം? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എവിടെ കൊണ്ടുപോകാനാ ഇതെല്ലാം? നാളെ ഒരു സുനാമി വന്നാൽ തീർന്നു ഈ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നതൊക്കെ അല്ലേ.
നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ, പറ. അല്ലേ? ഈ ഒരുപാടങ്ങ് ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് എവിടെ കൊണ്ടുപോകാനായത്? എന്തായാലും അവരെ പോലീസ് പൊക്കിയിട്ടുണ്ട്. ബാക്കി ഒരു വാർത്തയും കൂടെ ഉണ്ട്, നിങ്ങൾ അതും കൂടെ കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. തിരുവനന്തപുരത്ത് അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ കസ്റ്റഡിയിലായിരിക്കുകയാണ്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ മുംബൈയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായതെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആൻസില റേച്ചൽ സണ്ണി ചേരുകയാണ്. അനൂപ്, ഇന്ന് വൈകിട്ടാണ് ഗ്രീമിയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണൻ മുംബൈയിൽ വെച്ച് പിടിയിലാകുന്നത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായിട്ടുണ്ടായിരുന്നത് വിമാനത്താവളത്തിൽ വെച്ച്. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഗ്രീമിയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനത്തിനും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണയ്ക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈകുന്നേരം ഇയാൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഏതായാലും കേസ് അന്വേഷിക്കുന്ന പൂന്തറ പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഉണ്ണികൃഷ്ണനെ നാട്ടിലെത്തിക്കാനായിട്ട്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഗ്രീമയും അമ്മ സജിതയെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ബന്ധുക്കൾക്ക് വാട്സപ്പിലൂടെ ഒരു ആത്മഹത്യക്കുറിപ്പ് ഓക്കെ, മതിയല്ലോ. ബന്ധുക്കൾക്കൊക്കെ അവർ ആത്മഹത്യാക്കുറിപ്പൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൂടെയാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. പിടികിട്ടിയോ? എന്തായാലും അവനെ പോലീസ് തൂക്കിയിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ ഇതിന്റെ പേരിൽ അവൻ എത്ര ദിവസം അകത്ത് കിടക്കും? സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കിയ പല നാറികളും ഇപ്പൊ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല. പാമ്പിനെ കൊണ്ട് കൊല്ലിപ്പിച്ചവന്മാർ വരെ ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താവുമെന്ന് കണ്ടറിയാം. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ പാവം ദീപക്, ആ പാവത്തിനെ ഇല്ലാതാക്കിയവള്, അവളും കേസ് കൊടുക്കാൻ പോയിരിക്കുവാന്ന്. മനസ്സിലായോ? അവളെ ബസ്സിനകത്ത് വെച്ച് എന്താണ്ടോ ചെയ്തെന്ന്. എടി പുന്നാ സുന്ദരി കുട്ടി, നിന്നോടൊക്കെ നീ എന്തെങ്കിലും കാണുമെങ്കിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ പാപമൊക്കെ നീ ഇവിടെ കൊണ്ട് കളയും, അങ്ങനത്തെ വലിയ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഒരുത്തൻ നീ കാരണം ഇല്ലാതെയായി. നീ ഇനി അവനെതിരെ നീ കേസുണ്ടാക്കി നടന്നാലും എന്തൊക്കെ ചെയ്താലും നിനക്ക് സമാധാനം, മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം കിട്ടുവോടി ജന്തു? അത്ര എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ, കൂടുതലൊന്നുമില്ല. പുറത്തിറങ്ങിയ കല്ലെറിയും നാട്ടുകാർ, അത് ഉറപ്പുള്ള കാര്യമാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് നടക്കണം. നീ ഒരുപാട് അങ്ങ് വൈറലാവാൻ ആഗ്രഹിച്ചതല്ലേ. മോന്തായ എല്ലാവർക്കും നല്ല ഓർമ്മ കാണും, അതുകൊണ്ട് തന്നെ കിട്ടും നല്ലത്. പിന്നെ ഈ വിഷയത്തിൽ പോലീസുകാർ കുറച്ചും കൂടെ അന്വേഷിക്കണം. ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ആ അമ്മയും മകളും മരിക്കാനായിട്ട്? അതോ ഇവൻ്റെ ഒരു ആട്ടുകൊണ്ട് മാത്രം പറയാൻ പറ്റത്തില്ല. ഇവൻ എല്ലാ ബന്ധുക്കളുടെ ഫ്രണ്ടിൽ വെച്ച് ആട്ടുകൊണ്ട് ചിലപ്പോൾ അവർ ചെയ്തതായിരിക്കാം, അല്ലാതെ പറയാൻ പറ്റത്തില്ല. കാരണം 6 വർഷം, ഞാനത് ആലോചിക്കുന്നത്, 25 ദിവസം മാത്രം കൂടെ കഴിഞ്ഞവന് വേണ്ടി 6 വർഷം വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ദൈവമേ, അങ്ങനെയുള്ള പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ ഈ നാട്ടിൽ. പക്ഷെ അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ ജീവിക്കാതിരിക്കുക മക്കളെ. ചേച്ചിമാരോടും പിള്ളേരോടും ഒക്കെ ജീവിക്കല്ലേ, ജീവിതം ഇല്ലാതായി പോവും. കാരണം ഈ കാലം നല്ല സൂപ്പർ കാലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.